ഒരുക്കം കഴിഞ്ഞ് വന്ന് നിൽക്കണം. ഞാൻ സ്കൂളിൽ വിട്ട് വരാൻ സമയം. അതാണ് ഈ നിപ്പ്. നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ മമ്മി എന്നെ വിളിക്കാൻ ഇറങ്ങി. താഴെ റോഡ് വരെ പോണം എന്റെ ബസ് സ്റ്റോപ്പിലേക്ക്. ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇനിയിപ്പോ റോഡെത്താൻ ഒരുപാട് നേരമൊന്നും വേണ്ട. മഴ നല്ല തിമിർത്ത് പെയ്തോണ്ട് തന്നെ റോഡ് നിറച്ച് വെള്ളം. എന്റെ കൂടെയും വെച്ച് മമ്മി എന്നെ നോക്കി നിപ്പ. നിൽക്കുന്ന സൈഡിലും നിറച്ച് വെള്ളം. എല്ലാ ബസ്സും വന്നു, എന്റെ ബസ് മാത്രം വന്നു. അങ്ങനെ ഫൈനലി എന്റെ ബസ്സും എത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കാൻ എനിക്ക് നല്ല മടിയാ. റോഡ് ഫുള്ള് വെള്ളമായോണ്ട് ആ വെള്ളത്തിലൊക്കെ ചവിട്ടി അങ്ങ് നടന്നു. വെയിലായാലും മഴയായാലും എനിക്ക് കുട നിർബന്ധ. കുട പിടിച്ചേക്കണമെന്നുള്ള പകുതി മഴയിൽ ഞാൻ നനഞ്ഞിട്ടുണ്ട്. റോട്ടിൽ നിന്ന് പിന്നെ വീട്ടിലേക്കുള്ള വഴിയും വളരെ മോശം. വെള്ളത്തിൽ ചവിട്ടരുതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേ ചവിട്ടും. അങ്ങനെ വീടെത്തി. സൂപ്പിനെ കാണാൻ തിടുക്കായിന്. സൂപ്പിയുമായി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഷൂ ഒരു കൊടയും പുറത്ത് വെച്ചാൽ ഞങ്ങൾ ഉള്ളിൽ കയറി. ഇനിയിപ്പോ നടന്നു വന്നതിന്റെ ദാഹം മാറ്റണം. എന്തായി കളിക്കണേ? മല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിത്തേക്കുള്ള ചപ്പാത്തിയും സെറ്റാക്കുന്നുണ്ട്. സൂപ്പിയുടെ മന ഇങ്ങനെ തന്നെ തുടരും. എന്തിനാണ്? സൂപ്പി നല്ല കരച്ചിലായിരുന്നു. കരച്ചിലൊക്കെ മാറിയപ്പോ ഉമ്മ ഡോക്ടറെ കാണാൻ പോയപ്പോ സൂപ്പിയും കൂടെ പോയി. സൂപ്പി പോയപ്പോ ഞാനും കരഞ്ഞു കുറെ. വണ്ടി പോയപ്പോഴാണ് ഞാൻ അവര് പോയെന്ന് അറിഞ്ഞു. അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നേരായും ദില്ലുക്കായൊക്കെ എത്തി. പിന്നെ അവരുടെ കൂടെയുള്ള കളികളായിരുന്നു. മഴയ്ക്ക് ഒരു കുറവില്ല. പുറത്ത് നല്ല ചരൽ മഴ കാരണം ഞങ്ങൾ ഉള്ളിലുള്ള കളികളായിരുന്നു. പിന്നെ അങ്ങനെ അവരും പോയി. പിന്നെ ഫുഡും കഴിച്ചു. ഇന്നിപ്പോ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇതൊക്കെ സംഭവിച്ചുള്ളൂ. അപ്പൊ ഗായ്സ് ബൈ.